ഹായ്, വിൻസി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നല്ലോ. നിങ്ങൾ ആരും എന്നെ അന്വേഷിക്കുന്ന പോലും ഇല്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയി, നമ്മുടെ മാമലക്കണ്ടം കാണാൻ പോയതാണ് കേട്ടോ. അപ്പം അത് വീട്ടിൽ നിന്ന് നമ്മൾ 3 ഫാമിലി കേട്ടോ, നമ്മൾ 3 ഫാമിലി ഒന്നിച്ചാണ് പോയത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, പുറത്തുനിന്ന് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തെല്ലാവരും ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരു 9-9:30 ആയപ്പോഴത്തേക്ക് നമ്മൾ നേര്യമംഗലം അടുക്കാനായി. കാരണം നേര്യമംഗലത്താണ് നമ്മൾ സ്റ്റേ. ആ കാട്ടിനകത്തൊരു റിസോർട്ടല്ല, ഒരു ഹോട്ടലാണ്, അവിടെയാണ് നമ്മുടെ സ്റ്റേ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, റൂമിൽ വന്ന് കിടന്നുറങ്ങി. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. രാവിലെ എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റു. നമ്മളപ്പോൾ ഇന്ന് മാമലകണ്ടം പോകാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ പകുതി ദൂരം കാറിൽ പോയി, കാർ അവിടെ ഇട്ടിട്ട് നമ്മൾ ജീപ്പിൽ കയറി. അയ്യോ, ആ ജീപ്പിൽ കയറിയതൊന്നും പറയണ്ട കേട്ടോ. ഇത്രയും സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു 1.5 കയറ്റം കേട്ടോ. ആ മലയുടെ മണ്ട വരെ നമ്മൾ ആ ജീപ്പിൽ ഇപ്പോൾ വണ്ടി മറിയും എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഞാനൊക്കെ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടി പോയതാണ്, പക്ഷെ അയ്യോ പൊത്തോന്നൊക്കെ കാറുമായിരുന്നു. അതുപോലത്തെ ഒരു യാത്രയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിള്ളേർക്കൊന്നും പേടിയുണ്ടായ പോലെ എനിക്ക് തോന്നിയില്ല. ഞങ്ങൾ 3 ഫാമിലി ആയതുകൊണ്ട് ഒരു ജീപ്പിൽ കൊള്ളില്ല. ഞങ്ങൾ 2 ജീപ്പിലായിട്ടാണ് പോയത്. അതാണ്ട് നമ്മുടെ പുറകെ വരുന്ന കേട്ടോ കുറേ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു, നമ്മളെപ്പോലൊക്കെ തന്നെ. ആ ജീപ്പ് കയറി വരുന്നത് ദൈവമേ, അതൊന്ന് സമ്മതിക്കേണ്ടത് തന്നെ കേട്ടോ. വണ്ടി ഓടിക്കുന്നവരെ നമിക്കണം. അതിങ്ങനെ കയറി വരുന്ന കാണാൻ തന്നെ എന്നാ ഭംഗിയാണെന്ന് നോക്ക്. അപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾ മാമലകണ്ടം കാണാൻ പോയാൽ ഈ ജീപ്പ് യാത്ര ഒരിക്കലും മിസ് ചെയ്യില്ല കേട്ടോ. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞ് ഇതാണ്. ഞങ്ങൾ മൂന്നാർ പോയിട്ട് ഓഫ് റോഡ് പോയിട്ടുണ്ട്, പിന്നെ ഊട്ടിയിൽ മസനഗുഡിയൊക്കെ പോയിട്ടുണ്ട്, ഓഫ് റോഡ് കയറിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ മാമലകണ്ടത്ത് ഇത്രയും അടുത്ത് ഇതുപോലൊരു സവാരി ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അപ്പം നിങ്ങളും മിസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കയറി, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ. എന്നാലും അതൊക്കെ അവഗണിച്ച് നമ്മൾ മേളിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഒരു 1/4 മണിക്കൂറൊക്കെ കൊണ്ടാണ് ഞങ്ങൾ അങ്ങ് എത്തിയത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഒത്തിരി ക്ലിയറായിട്ടൊന്നും കിട്ടില്ല കേട്ടോ, മഴയായിരുന്നുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ സവാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ ദേ വരുന്നു നമ്മുടെ ആനവണ്ടി കേട്ടോ. അപ്പോൾ ഇവിടത്തേക്ക് 2 സർവീസുണ്ട്, ഒത്തിരി വണ്ടികളൊന്നുമില്ല. അപ്പോൾ അതിലൊരു വണ്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ വണ്ടിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളെടുത്തു. കാരണം ആ വണ്ടി കടന്നു പോകണമെങ്കിൽ നമ്മൾ ഒതുക്കി കൊടുക്കണം. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോന്നു. ഇത്രേ ഉള്ളൂ.